ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു മൺഡേയിലെ കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പിള്ളേർക്ക് എല്ലാവർക്കും സ്കൂളിൽ പോകേണ്ട ദിവസമാണ് കേട്ടോ. അപ്പം പതുക്കെ പതുക്കെ പരിപാടികൾ തുടങ്ങി. മെനു മനസ്സിലുള്ളതുകൊണ്ട് തന്നെ വലിയ തിക്കും തിരക്കൊന്നും ഇല്ല കേട്ടോ. ഇത് പാച്ചുവിനുള്ള മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ പരിപ്പ് കുത്തിക്കാച്ചാനുള്ള പരിപ്പ്. ഇത് ഉച്ചയ്ക്ക് ബീറ്റ്റൂട്ട് ഉപ്പേരിക്കുള്ളതും. രാവിലെ ദോശയും നമ്മുടെ നാടൻ തേങ്ങാ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് അരയ്ക്കില്ലേ. പിന്നെ എൻ്റെ ഡെയിലി ബ്ലെസ്സിങ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബട്ട് പറ്റുമ്പോഴൊക്കെ കേൾക്കുമായിരുന്നു കേട്ടോ. എന്നാലും കണ്ടിന്യൂ ഞാൻ പറയാം, ഡെയിലി കേൾക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ പിള്ളേർക്കുള്ള വെള്ളം എടുത്തു വെച്ചു. തോമുന് തണുത്ത വെള്ളം മതി എന്ന് പറഞ്ഞപ്പോൾ പോവാൻ നേരം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ എല്ലാവർക്കും ഉള്ള ദോശയും ചമ്മന്തിയും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, ചോറ് റെഡിയായി. അപ്പോൾ ചോറ് ഞാൻ ഓൾറെഡി കുക്കറിൽ ഊറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മീൻസ് റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. മമ്മിയാണ് അത് കോരി പാത്രത്തിലാക്കി വെച്ചേക്കുന്നത്. അങ്ങനെ ദേ ഞാൻ ബീഫ് വെച്ചിട്ടുണ്ട്, ബീറ്റ്റൂട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട്, പരിപ്പ് കുത്തിക്കാച്ചിയതുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കഴിക്കുമെന്നാണ് എൻ്റെ വിചാരം. കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അറിയില്ല എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആവുമെന്ന്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു ടച്ച് പണിക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമുക്കിന്ന് പള്ളിയിൽ നിന്ന് വെഞ്ചരിപ്പിന് വരുന്ന ദിവസമാണ് കേട്ടോ. വലിയ പണി എന്ന് പറഞ്ഞാൽ അടിക്കുക, തുടയ്ക്കുക, വാഷ് ബേസിൻ കഴുകിയിടുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും. ഞാൻ പറഞ്ഞില്ലേ, നട തുടയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാനോ ഡിമ്പിളോ ആണ് അത് ചെയ്യുക. അപ്പോൾ ഡിമ്പിൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് കൊറിയറുകൾ അയക്കാനുണ്ടായിരുന്നു. അതൊക്കെ അതേ ഞാൻ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നട എന്നെപ്പോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മുടെ നട കാണുക എന്നുള്ളത്. അപ്പോൾ അതേ എല്ലാം ഫുൾ തുടച്ച് പെട്ടെന്ന് പൊടി കയറും കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ മനസ്സിലാവാത്തതാണ്, എപ്പോഴും പൊടി കയറാറുണ്ട്. ബാക്ക് ടു ബാക്ക് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ തുടയ്ക്കുക, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ തുടയ്ക്കുന്ന നടയായിട്ട് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ ദേ എല്ലാം തുടച്ച് റെഡി ആക്കിയിട്ടുണ്ട്. കുരുക്കഴിക്കുന്ന മാതാവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മെഴുകുതിരി ഉരുകി വീണ് കിടപ്പുണ്ട്. അപ്പോൾ അത് ഇളക്കാൻ ഞാൻ നിന്നില്ല, കാരണം ഷെൽഫിന് എന്തെങ്കിലും പറ്റിയ ആകെ അഭംഗിയാവും. പിന്നെ ഇത് നമ്മുടെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഈ കുടുംബ ബുക്ക് കൊടുക്കണം. നമുക്ക് അറ്റൻഡൻസ് ഇടുന്ന പോലെ വെഞ്ചരിപ്പിൻ്റെ ഇതൊക്കെ ഉള്ളതൊരു സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മളെ പേര് ചേർത്തിയത് എൻ്റെയും തോമുവിനെയും ചാക്കോനെയും ഒക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആ ബുക്കിലൊന്ന് പേര് വരിക എന്നുള്ളത്. അങ്ങനെ അതൊക്കെ സാധിച്ചു. അങ്ങനെ ദേ മമ്മി സോഫയിലെല്ലാം നമ്മുടെ വിരി വിരിച്ചിട്ടിട്ടുണ്ട്. അടിക്കലും തുടയ്ക്കലും ഒക്കെ ഞാൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മിയുടേതായ ഒതുക്കൽ ഞങ്ങൾ ചെയ്താലും മമ്മി അതിൻ്റെ പുറകെ മമ്മിയുടേതായ ഒതുക്കൽ ചെയ്യും കേട്ടോ. കാരണം ചിലർക്ക് അതാണ് സാറ്റിസ്ഫാക്ഷൻ. അപ്പം മമ്മി റൂമിൽ ഒതുക്കും ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാച്ചുവിൻ്റെ ഫ്ലാസ്കിൽ വെള്ളം തിളപ്പിച്ച് വെക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതേ സിങ്കൊക്കെ കഴുകി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചുമ അങ്ങോട്ട് മാറിയിട്ടില്ല. പിന്നെ ഞാൻ നമ്മുടെ അടുക്കളയിലേക്ക് വന്നപ്പം അടുക്കള ഓൾറെഡി ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മിയുടെ വക ഒതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് എല്ലാം സെറ്റാണ് കേട്ടോ. പാച്ചുള്ള മീൻ വറുത്തതും ഒക്കെ റെഡിയാണ്. ഇനി പാച്ചു വന്നാൽ പാച്ചുവിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഫുൾ റെഡി മണിയായിട്ട് കിടക്കുന്നുണ്ട്. ഇനി അച്ഛൻ വന്നാൽ മതി. പിള്ളേർ അതിനു മുമ്പ് അലമ്പാക്കിയ നമ്മുടെ പ്ലാനും പദ്ധതിയും ഒക്കെ തെറ്റും കേട്ടോ. അപ്പോഴേക്കും ദേ നമ്മുടെ തോമുക്കുട്ടൻ വന്നു. തോമിന് മൺഡേ ടു തേഴ്സ്ഡേ 12 o'clock വരെ ഉള്ളൂ. അതിന് ഫ്രൈഡേ മാത്രമേ 12:45 വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഭക്ഷണം കൊണ്ടുപോയത് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതിൽ തക്കാളി കിടക്കുന്ന കണ്ടല്ലോ എന്നൊക്കെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോൺ ചേട്ടൻ ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു നല്ലൊരു റീസൺ കേട്ടിട്ട്, തക്കാളിയല്ല വേറൊരു റീസൺ അവൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ടാണ് ഡോൺ ചേട്ടന് ചിരി വരുന്നത്. തോമൻ അങ്ങനെ കുറേ റീസൺസ് പറയൂ കേട്ടോ. അത് കപ്പിലിരിക്കുന്ന തോമനുള്ള ഷെയ്ക്കാണ് കേട്ടോ. നമ്മൾ തണുത്ത ഷെയ്ക്ക് അല്ല കേട്ടോ, നല്ല ചൂട് പാലിൽ ഇട്ട് കൊടുക്കുന്ന ഒരു പ്രോട്ടീൻ ഷെയ്ക്ക് പോലത്തെ ഷെയ്ക്കാണ്. ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ തോമു വന്ന വഴിക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. തോമുനെ ഞാൻ ശ്രദ്ധിച്ചിടത്തോളം തണുത്ത വെള്ളം, അപ്പയുടെ കൂട്ട് എനിക്ക് പറ്റില്ല, അപ്പയുടെ കൂട്ട് തണുത്ത വെള്ളം മാത്രമേ കുടി. ഇവിടെ ഉള്ളവരെല്ലാവരും അങ്ങനെ കേട്ടോ. ചുമയും പനിയും വിറയ്ക്കണ പനിയാണെങ്കിലും അവർ തണുത്ത വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. തോമുവിനും ആ ഒരു സെയിം ബ്ലഡാണ് കേട്ടോ, ഒരു സംശയമില്ല. ഇത്രയും ദിവസം സാധാ വെള്ളം കൊണ്ടുപോയിട്ട് ഒരു സിപ്പ് കുടിച്ചാൽ കുടിച്ചു. പക്ഷേ ഈ 2 ദിവസമായിട്ട് തണുത്ത വെള്ളം കൊടുത്തു വിടുന്നത് പകുതി മുക്കാലും കുടിച്ചിട്ടാണ് അപ്പം വരുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി ബ്ലഡിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലായി. ഞാൻ ശരിക്കും ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ തണുത്ത വെള്ളം കുടിച്ച് ശീലമായത്. എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിൽ വെള്ളം വെക്കില്ല, കാരണം ഞാൻ കുടിക്കുമ്പോൾ എനിക്ക് ടോൺസിൽസ് വരുന്നത് കൊണ്ട് അമ്മ സമ്മതിക്കത്തില്ല. ഇപ്പോഴായാലും ഡോൺ ചേട്ടൻ വരുന്നുണ്ടെങ്കിൽ തലേന്ന് എടുത്തു വെക്കും, അല്ലാണ്ട് എനിക്ക് എടുത്തു വെക്കാൻ അമ്മ സമ്മതിക്കില്ല. പിന്നെയും എന്തെങ്കിലും ഒരു ദൈവ തോന്നി വെച്ചാലേ ഉള്ളൂ കേട്ടോ. നോൺ ചേട്ടന് വേണ്ടി മാത്രമേ വെക്കാറുള്ളൂ. അങ്ങനെ ദേ തോമുവിൻ്റെ സ്നാക്സ് ബോക്സ് ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് ആൾക്കാർ വരും, നമ്മുടെ പാച്ചക്കുട്ടൻ വരും.
പാച്ചു കഴിക്കണ സാധനം കൊടുത്തു വിട്ടിരിക്കുന്നത്. അങ്ങനെ ദേ ഡോൺ ചേട്ടനും നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇതേ പോവാണ് കേട്ടോ. ഇനിയും ചാക്കോനെ കൊണ്ടേ വരുവുള്ളൂ. ഈ പറഞ്ഞ പോലെ ഇന്ന് വെഞ്ചരിപ്പുള്ളതുകൊണ്ട് എല്ലാവരും നേരത്തെ വീട്ടിൽ പ്രസന്റ് ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആ സമയത്ത് ഒരു പിടിയും വലിയും വേണ്ടല്ലോ. 6:30 6:00നും 6:30ക്കും ഇടയ്ക്ക് അച്ഛൻ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം പിള്ളേരൊക്കെ ഭയങ്കര തോമു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തോമു ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു തോമുനെ സൺഡേ സ്കൂളിൽ വിടുന്നില്ല എന്നുള്ളത്. തോമു 2 ആഴ്ചയായിട്ട് പോയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച നമുക്കൊന്നും വയ്യായിരുന്നു, പനിയും ബഹളവും ആയിട്ട്. ഈ ആഴ്ച എന്തോ പറഞ്ഞ് അവൻ എസ്കേപ്പ് ആയല്ലോ. അങ്ങനെ എന്തോ. ഇനി അടുത്ത ആഴ്ച തൊട്ട് വീണ്ടും വിട്ടു തുടങ്ങണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അവൻ എന്താണെന്ന് അറിയത്തില്ല, അവിടെ പോകുന്ന കാര്യം കേട്ട കരച്ചിലും ബഹളവും അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും പറ്റില്ല, സ്കൂളിൽ പോണ പോലെ തന്നെ സൺഡേ സ്കൂളിലും പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം പ്രാക്ടിക്കലാവുന്ന ദൈവം തമ്പുരാൻ അറിയാം. അങ്ങനെ ദേ മുകളിലൊക്കെ ഒതുക്കി. എനിക്ക് തുണി മടക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് ചാക്കോൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ ബോക്സ് ആണല്ലോ. ഇപ്പം എൻ്റെ അത് സാരി ബോക്സ് ആയിട്ട് മാറി കേട്ടോ. സാരി സ്റ്റോക്ക് ചെയ്യാൻ പറയുന്നവരുടെ സാരിയൊക്കെ ഞാൻ ആ ബോക്സിൽ ഇട്ട് വെക്കും. അപ്പോൾ പൊടി അടിക്കില്ലല്ലോ. ഇതൊന്നും തോമു ഇട്ടുകൊണ്ട് വന്ന യൂണിഫോം ആണ് കേട്ടോ. അത് ആകെ 2-3 മണിക്കൂർ ഇടുന്നത്, അതിന് വേണ്ടി അലക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. എല്ലാ റൂമും ഓൾമോസ്റ്റ് ക്ലീൻ ആണ് കേട്ടോ. ഇത് നമ്മുടെ യെല്ലോ റൂമാണ്. അപ്പം ഇവിടെയും ഓക്കെയാണ്. ഇനി ബെഡ്ഷീറ്റ് ഒന്ന് വലിച്ചിട്ടാൽ മതി. ഡ്രസ്സുകളൊക്കെ അലമാരിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു അയണിങ് ടേബിൾ എനിക്ക് ഭയങ്കര ഉപകാരമായിട്ടോ. അതിൻ്റെ ലിങ്ക് പറ്റിയാൽ ഇടാം. ഭയങ്കര അഫോർഡബിൾ റേറ്റ്. ആകെ 800 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു അയണിങ് ടേബിൾ കിട്ടിയത്. അപ്പോൾ അത് ഭയങ്കര വേർത്തി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ദേ റൂം ഫുൾ സെറ്റാണ്. ആ കെറ്റിലിൻ്റെ സാധനം അവിടെയാണ് കേട്ടോ. കാരണം നമുക്ക് ഡെയിലി കെറ്റിലിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് എവിടെ അങ്ങ് എടുത്ത് മാറ്റി വെക്കാനോ ഒന്നും പറ്റില്ല. അത് എനിക്ക് തന്നെ ഒരു തലവേദനയാവും. അങ്ങനെ ഞാൻ വേഗം വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചോറും പരിപ്പ് കറിയും ബീഫ് റോസ്റ്റും ബീറ്റ്റൂട്ട് ഉപ്പേരിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ. ഇത് കുറച്ച് നാരങ്ങ വെള്ളമാണ്. എനിക്ക് തല കറങ്ങണ പോലെ തോന്നിയപ്പോൾ ഞാൻ നാരങ്ങ വെള്ളം റെഡിയാക്കി. അങ്ങനെ ഞാൻ കഴിച്ച് കൈ കഴുകാറായപ്പോഴത്തേനും നമ്മുടെ പാച്ചുക്കുട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പാച്ചുവിനോട് ചോദിക്കുകയായിരുന്നു, തന്നു വിട്ട ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് ദോശ ബാക്കി വെച്ചു, എഗ്ഗൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അത്യാവശ്യം എണ്ണം ദോശയും വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ട അവൻ ഫുൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ യോക്ക് കഴിക്കില്ല, അത് മാറ്റിക്കോ. എപ്പോഴും ഡിമ്പിൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് 2 മുട്ടയുടെയും കഴിച്ചിട്ടുണ്ട്. ദോശ കുറച്ച് ബാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതേ ഡാഡി വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു. അങ്ങനെ ഞാൻ പാച്ചുവിന് വേഗം ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്നിട്ട് പോയി മുകളിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. പിന്നെ നമ്മൾ രാവിലെ തൊട്ട് സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഒന്ന് കഴിയുമ്പോൾ പണിയുള്ളതുകൊണ്ട് തന്നെ ആകെ ഒരു മടുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം ഞാൻ പാച്ചുവിന് ഭക്ഷണം കൊടുത്തു. കാലാവസ്ഥ വീണ്ടും മാറി തുടങ്ങി, വെയിൽ മാറി, മഴക്കാറൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അങ്ങനെ പാച്ചുവിനെ ഒരു വിധത്തിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് അധികം ഞാൻ ഫോഴ്സ് ചെയ്യാൻ നിന്നില്ല. എന്നാലും അവൻ കഴിക്കുന്നതിൻ്റെ സാധാരണ കഴിക്കുന്നതിൻ്റെ ഒരു പകുതി ഭാഗമെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. കാരണം ഡിമ്പിൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അധികം ഫോഴ്സ് ചെയ്യാനോ, ഡിമ്പിൾ നല്ലപോലെ ചീത്ത പറഞ്ഞിട്ട് കൊടുക്കും. ബട്ട് ഞാൻ ഈ ഒരു അവസരത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്, അവനെ വെറുപ്പിക്കാനും പാടില്ല, എന്നാൽ ഭക്ഷണവും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ വേഗം പാച്ചുക്കുട്ടിൻ്റെയും ഡാഡിയുടെയും പ്ലേറ്റ് ഒക്കെ കഴുകി വെച്ച് ഫുൾ കിച്ചണും ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇന്ന് നമുക്ക് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം ആയതുകൊണ്ട് ഒന്നും വൃത്തികേടാകാൻ പാടില്ലല്ലോ എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ ഓരോന്നും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരുവിധം പണികൾ എല്ലാം കഴിഞ്ഞു. ഒരുവിധം നല്ല പണികൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി സന്ധ്യ ആവുമ്പം കുളിച്ചൊന്ന് ഫ്രഷ് ആവുക, പിള്ളേരെയും ഡ്രസ്സ് മാറ്റിക്കുക, അങ്ങനത്തെ പരിപാടികളേ ഉള്ളൂ കേട്ടോ. ചാക്കോ ഇതുവരെ വന്നിട്ടില്ല. ചാക്കോ ഒരു 3:30 3:45 ഡോൺ ചേട്ടൻ കൊണ്ടുവരില്ല. കാരണം അവന് നല്ല ഡീപ്പ് സ്ലീപ്പിന്റെ സമയമാണ്. അപ്പം നമ്മൾ പോയി ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ പിന്നെ വരുമ്പം വാശിയായി കരച്ചിലായി ഭയങ്കര ബഹളമാണ്. അതേസമയത്ത് നമ്മൾ 3:45 ശേഷം കൊണ്ടുവന്ന് തുടങ്ങിയാൽ പിന്നെ ആള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം ആകെ ടയേർഡ് ഫേസ് ആണ് കേട്ടോ, ഒരു സുഖമില്ല. അങ്ങനെ കാര്യങ്ങള്. ഇവിടെയൊക്കെ സിറ്റൗട്ടൊക്കെ ഓൾറെഡി ഞാൻ ഇന്നലെ മീൻസ് ചെടി നനച്ചപ്പോഴേ കഴുകിയിട്ടതാണ്. അതുകൊണ്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല മഴക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ തുണി വെയിലത്തിടാൻ മീൻസ് പുറത്ത് കാറ്റത്ത് കൊള്ളാനിടാനുള്ള ധൈര്യമില്ല. പിന്നെ ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ കൊണ്ടിട്ടു കേട്ടോ. നമ്മുടെ ഡ്രയറിൽ തന്നെ കൊണ്ടിട്ട്. കാരണം എവിടെയും കൊണ്ടിടാനില്ല. നമുക്ക് പൊതുവെ പരിക്കാത്ത അയകളില്ല, പുറത്ത് മാത്രമേ ഉള്ളൂ. പിന്നെയാണ് സ്റ്റാൻഡ് ഉള്ളത് കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ കുറച്ച് പേരായിട്ട് എന്നോട് അടുപ്പിച്ച് ഇങ്ങനെ എൻക്വയറി ചെയ്തപ്പം ഞാൻ വിചാരിച്ചു ഇനി ആൾക്കാർക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നിങ്ങനെ വിചാരിച്ചു. കുറേ പേര് ഇങ്ങനെ റിട്ടേൺ ഗിഫ്റ്റ്സ് ചോദിച്ചിരുന്നു കേട്ടോ. കൊന്തയായിട്ടും കാർഡ്സ് ആയിട്ടും നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. നമ്മൾ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. ഓർഡർ വന്നാൽ ഉറപ്പായിട്ട് നമ്മൾ ചെയ്തു തരും. പിന്നെ അങ്ങനെ
എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇപ്പം ഈ പറയുന്ന പോലെ ചോക്ലേറ്റ് ഷേപ്പിൽ വരുന്ന കൊന്ത, ചോക്ലേറ്റ് ഷേപ്പിന്റെ ബോക്സിൽ വരുന്ന കൊന്തകള്, അങ്ങനെ കുറെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ക്യാൻഡിൽസ്, ഇപ്പം ബാപ്റ്റിസത്തിന്റെ ആയിക്കോട്ടെ കല്യാണത്തിന്റെ ഒക്കെ സമയമാണ്. കുറെ പേര് റിട്ടേൺ ഗിഫ്റ്റ്സിന് എനിക്ക് 2-3 പേര് അടുപ്പിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് തോന്നി ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും അതിന്റെ സീസൺ കഴിഞ്ഞു അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടാവില്ല എന്നാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ട്. എനിക്കങ്ങനെ എന്താ പറയാ ഫോട്ടോ എടുത്തിടാനുള്ള ഒരു ഗ്യാപ്പ് അങ്ങനെയൊന്നും ഇല്ല. വരുന്ന ഓർഡർ ഡോൺ ചാർട്ടൻ കാർഡ്സ് ഒക്കെ ഡിസൈൻ ചെയ്യും. നമ്മളത് പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കൈകളിൽ എത്തിക്കും. അതുപോലെ മെഴുകുതിരിയും കൊന്തയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനൊന്നും നമ്മളൊന്നും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. നമ്മുടെ ജീവിത മാർഗം തന്നെയാണ്, അതിലൊന്നും ഒരു സംശയമില്ല. പിന്നെ ഹാമ്പേഴ്സ്, നിങ്ങൾക്ക് ഓണം ഹാമ്പേഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഡ്രസ്സുകൾ ഇപ്പം ചിലർ പറയും സെറ്റ് സാരികൾ മതി എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം, നിങ്ങളുടെ വീട്ടിലേക്ക് അത് ഗിഫ്റ്റ് ആയിട്ട് തന്നെ എത്തിയിരിക്കും കേട്ടോ. അപ്പം ഗിഫ്റ്റ് റാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് അത് അയക്കുന്നതായിരിക്കും. സാരികൾ ഇഷ്ടം പോലെ, അതായത് പ്രിന്റഡ് ആയിട്ടുള്ള ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള സെറ്റ് സാരികൾ നമുക്ക് വന്നിട്ടുണ്ട്. പല കളേഴ്സിൽ വന്നിട്ടുണ്ട്. ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഫോട്ടോസ് 899 ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ലിമിറ്റഡ് പീസ് ആണ്, ഇതൊന്നും അധികം ഇല്ല. പിന്നെ മൾക്കോട്ടണിലെ 2 ഡിസൈൻ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും പാറ്റേൺസ് വന്നത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരാഴ്ചയായിട്ട് അങ്ങനെ ഒന്നും എനിക്ക് ബിസിനസ് ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ ഒന്നും എനിക്ക് അങ്ങനെ ഒരു പങ്ക്ച്വൽ ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ അതിന്റെ ഒരു കോണ്ടാക്ട് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ അതുകൊണ്ട് അതും പറയാണ് കേട്ടോ. വീഡിയോ ഒന്ന് പെട്ടെന്ന് കട്ടായി പോയി, വേറെ ഒന്നുമല്ല, സ്പേസ് ഇല്ലാഞ്ഞിട്ട് കട്ടായി പോയതാണ് കേട്ടോ. എന്റെ ഫോണിന്റെ സ്പേസ് വലിയൊരു പ്രശ്നമായിട്ട് തീർന്നേക്കാണ്. ഞാൻ ഡിലീറ്റ് ചെയ്ത് മടുത്തു, സിസ്റ്റത്തിലോട്ട് കോപ്പി ചെയ്ത് മടുത്തു. ഇതെനിക്ക് തോന്നുന്നു ഞാൻ ഫ്രം ദി ബിഗിനിങ് ഉള്ള ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം അത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല. അപ്പം അത് സിസ്റ്റത്തിലോട്ടൊന്ന് മാറ്റണം. പറഞ്ഞ പോലെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് നമ്മുടെ പുറകെ ഇങ്ങനെ പന്തവും പിടിച്ച് വരുന്നുള്ളതുകൊണ്ട് ഒന്നും തന്നെ നടക്കണില്ല കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ അപ്പുറത്ത് എനിക്ക് തോന്നുന്നു ജൂബി ചേച്ചിയുടെ അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ശബ്ദങ്ങളും കാര്യങ്ങളും ഉണ്ട്. പാച്ചുവിനെയും തോമുവിനെയും ഞാൻ റൂമിലിട്ടേക്കാണ്. അവരോട് മിണ്ടാണ്ടിരുന്ന് ഭയങ്കര ഗെയിം കളിക്കുകയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മൾക്ക് അവരെ പിടിച്ചിരുത്താനും കരയാണ്ടിരിക്കാനും മാക്സിമം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഒരാൾ എടുക്കുമ്പോഴാണ് മറ്റൊരാൾക്ക് വേണ്ടത്. മറ്റൊരാൾ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ മറ്റേ ആളും ചുമ്മാ ഇരിക്കട്ടെ. ഇന്നലെ അക്കിനോട് പോയപ്പോഴും ഫോണൊന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പം അക്കി 2 ബുക്ക് എടുത്തു കൊടുത്തപ്പം അതിലിരുന്ന് കളിയായി കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, സാരി ആയിക്കോട്ടെ, എന്തെങ്കിലും ഹാമ്പർ ആയിക്കോട്ടെ, റിട്ടേൺ ഗിഫ്റ്റ്സ് ആയിക്കോട്ടെ, എന്തായാലും സ്ക്രീൻ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ഞാൻ വീണ്ടും പറയുന്നത് ഒരു ബിസിനസ് നമ്പർ ആണ്. ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. നമ്മളോട് വല്ലപ്പോഴും വിശേഷം ചോദിക്കണ പോലെയല്ല എന്നും മോളെ ഫോൺ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചോണ്ടിരിക്കുക. അതൊക്കെ നമുക്കൊന്നും സമയമില്ല. അതിന്റെ പേരിൽ ഞാൻ പറയുന്നതാണ്. ഒരു കുറ്റായിട്ടോ കുറവായിട്ടോ പറയുന്നതല്ല. നിങ്ങൾക്കറിയാലോ, ബിസിനസ് പോലും ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം നമുക്ക് അത്രയും ശരിക്കും എൻ്റെ ഒരു ടൈറ്റ് ഷെഡ്യൂളാണ്. നിങ്ങൾക്ക് ആൾക്കാർക്ക് പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. ചിലർ എന്നെ അത് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഡിവൈൻ എങ്ങനെ പറ്റുന്നെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാനൊരു മദറാണ്, ഒരാളെ വെച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആവാറുണ്ട് കേട്ടോ. കാരണം എന്നെ പോലൊരു സ്പ്ലെൻഡർ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാണ്. എന്നെ പോലുള്ള ഒരു മടിച്ചിയെ സംബന്ധിച്ച് ഞാനിതൊരു ഒരു ഫാമിലി റൺ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ചെറിയ കാര്യമല്ല. എനിക്ക് ഭയങ്കര ഒരു വലിയൊരു കാര്യമായിട്ട് തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മളെ വീട്ടിൽ നമ്മൾ ഒന്നും ചെയ്യാതെ വന്നിട്ട് കല്യാണം കഴിയുമ്പോൾ നമുക്കൊരു ഡ്രാസ്റ്റിക് ചേഞ്ച്. എല്ലാവർക്കും അങ്ങനെയാണ്, എനിക്ക് മാത്രമല്ല, എല്ലാവരും മാറും. പക്ഷെ നമ്മൾ ചെല്ലുന്ന സ്ഥലം നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഒരിക്കലും പറ്റില്ല. അവിടെ ഉള്ളവരും നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. അതനുസരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടറിനെ പറ്റിയടുത്ത് തന്നെ എത്തിപ്പെട്ടതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ കുറെ വിശേഷങ്ങള്. അത് പറഞ്ഞു വന്നതൊന്ന്, അവസാനിച്ചത് വേറൊന്ന്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, എനിക്ക് ഇതൊക്കെ കുക്കിംഗ്, ഞാൻ പറഞ്ഞില്ലേ പാത്രം പോലും കഴുകാൻ എനിക്ക് അറപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കുക്ക് ചെയ്യുന്നു, 3 നേരം ഭക്ഷണം വെക്കുന്നു, മക്കളെ നോക്കുന്നു, സ്കൂളിൽ വിടുന്നു, ഹോംവർക്ക് ചെയ്യിക്കുന്നു, രാവിലെ എണ്ണിക്കുന്നൊക്കെ എനിക്ക് ആലോചിക്കാൻ വയ്യ. ഇപ്പൊ ഞാൻ അഥവാ ഉറങ്ങിപ്പോയാലും മാക്സിമം 5:45. അതിനുശേഷം എന്റെ ഉറക്കം പോവാണ്. അതിപ്പോ എത്ര ലേറ്റ് ആയിട്ട് കിടന്നാലും അങ്ങനെയാണ്. ഇപ്പൊ സൺഡേ ഞാൻ കുറച്ചു നേരം ഉറങ്ങിയെന്ന് പറഞ്ഞാൽ പോലും ആ ഒരു സമയമാകുമ്പോൾ ഞാൻ എഴുന്നേക്കും. പിന്നെ സൺഡേ അല്ലേ പോട്ടെ എന്ന് വിചാരിച്ചിട്ട്
ഉറങ്ങുന്നതാണ്. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നു, കുക്ക് ചെയ്യുന്നു, പാത്രങ്ങൾ കഴുകുന്നു, ബാക്ക് ടു ബാക്ക് പാത്രങ്ങൾ കാണും. നമുക്ക് ഇത്രയും പേരുള്ള വീടാണ്. നമ്മള് പാത്രത്തിന്റെ എണ്ണം കൂടിയാലും പ്രശ്നമെന്ന് പറയുമ്പോ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ. പിള്ളേരെ സ്കൂളിൽ വിടണം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അത് പ്ലാൻ ചെയ്യണം, ഉച്ചയ്ക്ക് ലഞ്ച്. ഇപ്പൊ പിള്ളേര് സ്ഥിരമായിട്ട് എല്ലാരും പോയ പിന്നെയാണ് നമ്മൾ ലഞ്ചും രാവിലെ ഒറ്റ വെപ്പില് വെക്കുന്നത്. ഡിന്നർ വെക്കണം, അതിന്റെ ഇടയ്ക്ക് നമ്മള് തുണി അലക്കണം, വിരിക്കണം, മടക്കണം, തേക്കണം, റൂം അടിച്ചു വാരണം, തുടയ്ക്കണം. റോബോനെ ഇറക്കി വിട്ടാലും കാര്യമില്ല. അതിനു മുമ്പ് നമ്മളൊന്ന് അടിച്ചു വാരി തുടയ്ക്കണം. അങ്ങനെ ആകെ മൊത്തം ഒരു ബിസി ഷെഡ്യൂളാണ്. ഒരു നോർമൽ ലൈഫായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതിനിടയ്ക്ക് ബിസിനസ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ബിസിനസ്സിലെ ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കണം. അതിന് ഡിലേ ആയ ആൾക്കാർ ചോദിക്കും എന്താ റിപ്ലൈ തരാത്തതെന്ന് ചോദിക്കും. അങ്ങനെ ആകെ മൊത്തം ഒരു ബിസി ഷെഡ്യൂളിൽ ജീവിക്കുന്ന ഒരു ആളാണ്. പക്ഷെ അതൊരു കണക്കിന് നല്ലതാണ് കേട്ടോ. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴാണ് നമുക്ക് പല ചിന്തകൾ വരിക. ഇത് നമുക്ക് ആലോചിക്കാൻ ഗ്യാപ്പില്ല. രാത്രി കിടക്കുമ്പോഴാണ് പണ്ടൊക്കെ അമ്മ പറയുന്നത് ഞാൻ ആലോചിക്കും. നാളെ എന്ത് വെക്കണം എന്ന് ആലോചിച്ചിട്ടായിരിക്കും കിടക്കുക. അതേ സെയിം സിറ്റുവേഷൻ ആണ് കേട്ടോ. ഒരു ഉച്ച കഴിയുമ്പോൾ തൊട്ട് തുടങ്ങും. നാളെ രാവിലെ എന്ത് വെക്കണം, അത് വെച്ചാൽ മതിയോ, അത് വെച്ചാൽ ഇവര് കഴിക്കോ, ഇവര് കഴിച്ചാൽ അവര് കഴിക്കോ എന്നുള്ളൊരു ചിന്തയാണ്. പിള്ളേർക്ക് എന്ത് കൊടുത്തു വിടണം ആലോചിക്കുമ്പോൾ തലവേദന എടുക്കുക. പറഞ്ഞപ്പോഴേ ഞാൻ നാളെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചത്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനിയിപ്പോ അച്ഛൻ വന്നതനുസരിച്ച് പോട്ടെ കേട്ടോ. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടട്ടെ. ഞങ്ങൾക്കും കിട്ടട്ടെ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഒക്കെ കിട്ടട്ടെ. അപ്പം എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. പറ്റിയാൽ അച്ഛൻ വരുന്നത് ഞാൻ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ എടുക്കില്ല കേട്ടോ. അപ്പം ബൈ ആൻഡ് ടേക്ക് കെയർ.